നമസ്കാരം. ആകാശത്തെ രഹസ്യങ്ങൾ തേടിക്കൊണ്ടിരുന്ന ഒരു കൊച്ചു രാജ്യം ഇന്ന് ബഹിരാകാശ പര്യവേക്ഷണ മേഖലയിൽ ആഗോള ഭീമന്മാർക്കിടയിൽ തല ഉയർത്തി നിൽക്കുകയാണ്. ഇത് കേവലം ഒരു ദിവസം കൊണ്ടുണ്ടായ മാറ്റമല്ല, മറിച്ച് ഒരു ചെറിയ കൃത്രിമോപഗ്രഹത്തിൽ നിന്ന് തുടങ്ങി ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ വിജയകരമായി ഇറങ്ങിയ ചന്ദ്രയാൻ 3 വരെ നീണ്ടു നിൽക്കുന്ന ഒരു ദൈർഘ്യമേറിയ യാത്രയായിരുന്നു ഇത്. ഈ യാത്രയിലെ ആദ്യത്തേതും ഏറ്റവും സുപ്രധാനവുമായ ഒരു നാഴികക്കല്ലായിരുന്നു ആര്യഭട്ട. 1975 ഏപ്രിൽ 19 ഇന്ത്യയുടെ ആദ്യ കൃത്രിമോപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിക്കപ്പെട്ടു. ഇന്ത്യയിൽ നിർമ്മിച്ചെടുത്ത കൃത്രിമോപഗ്രഹം സോവിയറ്റ് യൂണിയന്റെ വാഹനത്തിന്റെ സഹായത്തോടു കൂടിയാണ് ബഹിരാകാശത്തെത്തിയത്. ആര്യഭട്ട കേവലം ഒരു കൃത്രിമോപഗ്രഹം മാത്രമായിരുന്നില്ല, മറിച്ച് ഭാവിയിലെ ഇന്ത്യ നിയന്ത്രിക്കുന്ന ബഹിരാകാശ പര്യവേക്ഷണ മേഖലയിലേക്കുള്ള ഒരു ചുവടുവെപ്പ് കൂടെയായിരുന്നു. എന്നാൽ കൃത്രിമോപഗ്രഹങ്ങൾ ഉണ്ടാക്കിയതുകൊണ്ട് മാത്രമായില്ല, അവയെ സ്വന്തം വിക്ഷേപണ വാഹനങ്ങളിലൂടെ ബഹിരാകാശത്തെത്തിക്കാനും നാം അറിയേണ്ടതുണ്ടായിരുന്നു. ഇതിനായി SLV-3 പദ്ധതിയിലൂടെ ഇന്ത്യ സ്വന്തം വിക്ഷേപണ വാഹനങ്ങൾ നിർമ്മിച്ചെടുക്കാനുള്ള സാങ്കേതിക വിദ്യ സ്വായത്തമാക്കി. ഇതിന്റെ ഭാഗമായി രൂപപ്പെട്ട PSLV പിൽക്കാലത്ത് ഇന്ത്യയുടെ ഏറ്റവും വിശ്വസനീയമായ വിക്ഷേപണ വാഹനങ്ങളിലൊന്നായി മാറി. കൂടാതെ GSLV പോലുള്ള ശക്തമായ വിക്ഷേപണ വാഹനങ്ങളിലൂടെ ഇന്ത്യ കൂടുതൽ ഭാരമേറിയ കൃത്രിമോപഗ്രഹങ്ങളെ ബഹിരാകാശത്തെത്തിക്കാനും സാധ്യമായി. ഇതോടെ ഇന്ത്യയുടെ ബഹിരാകാശ പര്യവേക്ഷണം കേവലം ഭൂമിയുടെ ഭ്രമണപഥത്തിന് അതീതമായി വളർന്നിരിക്കുന്നു. 2008 ചന്ദ്രയാൻ 1 ഇന്ത്യയുടെ ചന്ദ്ര പര്യവേക്ഷണ ദൗത്യങ്ങളിലേക്കുള്ള ആദ്യത്തെ ചുവടുവെപ്പായിരുന്നു. ഇതിലൂടെ ചന്ദ്രന്റെ ഉപരിതലത്തിലെ ജലാംശത്തെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകളും തെളിവുകളും കണ്ടെത്താൻ സാധ്യമായി. കൂടാതെ 2013 മംഗൾയാൻ ഇന്ത്യയെ ചൊവ്വയുടെ ഭ്രമണപഥത്തിലെത്തിച്ചു. തുടർന്ന് അടുത്ത ഏറ്റവും വലിയ ചുവടുവെപ്പായിരുന്നു ചന്ദ്രയാൻ 2. 2019 ആരംഭിച്ച ഈ ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യം ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവ പ്രദേശത്തെ പറ്റി കൂടുതൽ മനസ്സിലാക്കുക എന്നതായിരുന്നു. എന്നാൽ ആ ദൗത്യം പരാജയപ്പെട്ടു. എന്നാൽ നമ്മുടെ കഥ ഇവിടം കൊണ്ട് തീരുന്നില്ല. ചന്ദ്രയാൻ 2 നിന്നും ലഭിച്ച അനുഭവങ്ങളും വിവരങ്ങളും അടുത്ത ദൗത്യത്തിലേക്കുള്ള വഴികാട്ടിയായി. അങ്ങനെ ISRO രണ്ടാം ഊഴത്തിന് തയ്യാറാവുകയാണ്. 2023 ജൂലൈ 14 വിക്ഷേപിച്ച ചന്ദ്രയാൻ 3 2023 ഓഗസ്റ്റ് 23 ചന്ദ്രോപരിതലത്തിൽ വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്തു. ഇതോടെ ചന്ദ്രോപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറുകയാണ്. അതിലുപരി ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിനടുത്ത് സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന ലോകത്തെ ആദ്യത്തെ രാജ്യം എന്ന ചരിത്രപരമായ നേട്ടവും ഇതിലൂടെ ഇന്ത്യ നേടിയെടുക്കുകയാണ്. आप अपनी स्क्रीन पे देख सकते हैं कि हम लैंडर मॉड्यूल 1975 ആര്യഭട്ടയിൽ തുടങ്ങി 2023 ചന്ദ്രയാൻ 3 വരെ. ഇത് കേവലം റോക്കറ്റുകളുടെയും കൃത്രിമോപഗ്രഹങ്ങളുടെയും മാത്രം കഥയല്ല, മറിച്ച് പരിമിതമായ വിഭവങ്ങളിൽ നിന്ന് തുടങ്ങി അറിവും പരിശ്രമവും കൊണ്ട് ലോക ബഹിരാകാശ പര്യവേക്ഷണ മേഖലയിൽ ആഗോള ഭീമന്മാർക്കിടയിൽ തല ഉയർത്തി നിൽക്കുന്ന ഒരു രാജ്യത്തിന്റെ തന്നെ കഥയാണ്. ആര്യഭട്ടയിൽ തുടങ്ങിയ ഈ യാത്ര ഇവിടം കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. നമ്മൾ ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ജയ് ഹിന്ദ്.